നായിക് ദിനേശ് ശർമ്മ ഇന്നലെ, മുരളി നായിക് ഇന്ന്. അതിർത്തിയിൽ ഒരു മര്യാദയുമില്ലാത്ത വെടിവെപ്പ്. ഇതിപ്പോൾ സാധാരണ ജനങ്ങളുടെ വീടുകൾക്ക് മുതൽ കൊടിയ ഷെല്ലാക്രമണം. അല്പസമയം മുമ്പ് ബൽറാം അവിടെ പോയിരുന്നു. കണ്ട കാഴ്ചകളൊക്കെ അങ്ങേയറ്റം ഹൃദയഭേദമാണ്. വീടുകൾ കേടുപാടെന്നുള്ളതല്ല, അവിടെ വീടുകളിലിരുന്ന സ്ഥലത്ത് കുറച്ച് കോൺക്രീറ്റ് കൂനകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് കടകൾ തകർക്കപ്പെട്ടു, ഒരുപാട് മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടു. ഇതിനൊക്കെ അർഹിക്കുന്ന മറുപടി നൽകണ്ടേ ശ്രീ മോഹനപിള്ള? അർഹിക്കുന്നത് മറുപടി നൽകണ്ടേ എന്നല്ല, നൽകണം എന്നുള്ളതാണ് എല്ലാവരുടെയും വികാരം, എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ ഈ ക്രിക്കറ്റ് താരങ്ങൾ പോലും പറയുന്നത് എന്താണ്, അവരെരന്ന് വാങ്ങുകയാണിത്, അവർക്കിത് അവോയ്ഡ് ചെയ്യാമായിരുന്നുവെന്ന്. പക്ഷേ എല്ലാ അവസരങ്ങളും കൊടുത്തിട്ട് നന്നാവാൻ തയ്യാറാവാത്ത ഒരു രാജ്യം ഈ ഒരു അവസ്ഥയിൽ അവരെ നന്നാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദം അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടാൽ, അല്ലെങ്കിൽ കുറഞ്ഞാൽ, അല്ലെങ്കിൽ തീവ്രവാദത്തിന് ഒരു സ്ഥാനമില്ല എന്ന് അവർ എൻഡോസ് ചെയ്താൽ ആ രാജ്യം നന്നാവും. ആ വഴിയിലേ അത് നന്നാക്കാൻ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ആ രാജ്യം കിട്ടുന്ന പൈസ മൊത്തം ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടി ചിലവാക്കുകയും അതുപോലെ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ട്രേഡ്, ആയുധത്തിലൂടെ കൂടുതൽ ട്രേഡ് നടത്തി അവരുടെ ബിസിനസ് വലുതാക്കുകയും സ്വന്തം മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് താഴോട്ട് പോവുകയും ചെയ്ത് ഒരു രാജ്യം സ്വയം ഇല്ലാതാവുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്നത്. അതിനെ കമ്പയർ ചെയ്യാൻ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു ആഫ്രിക്കൻ രാജ്യം പോലും ഇപ്പോൾ കാണുമെന്ന്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതുപോലെയുള്ള രീതിയിലേക്കാണ് വരുന്നത്. പാളയത്തിൽ തന്നെ പടകൂടി, അതുപോലെ ഒരു കപ്പിത്താനില്ലാത്ത ഒരു കപ്പൽ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ടെററിസ്ഥാൻ നേരിടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ആ ഒരു ആക്രോശത്തിനൊരു കുറവും വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ ആക്രോശത്തിന് കുറവ് വന്നെങ്കിൽ മാത്രം, അതിനുള്ള കുറവ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സിയാവുൾ ഹക്ക് മുതൽ ഇങ്ങോട്ട് ഒരു ഹിസ്റ്ററി അവർ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഹിസ്റ്ററി റിപ്പീറ്റ് ഇപ്രാവശ്യം ചെയ്യില്ല എന്നാണ് ആശയം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ജനറൽ ഒരു കാരണവശാലും പ്രസിഡന്റ് ആകാൻ യോഗ്യനല്ല. അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആർമി തന്നെ ബാക്ക് ഫയർ ചെയ്ത് അയാളെ നിഷ്പ്രഭമാക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ആദ്യം തന്നെ വിദേശത്ത് ബംഗ്ലാവ് വാങ്ങി തൻ്റെ ഫാമിലി അവിടെ സെറ്റിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഏത് സമയത്തും അദ്ദേഹവും ഇവിടെ നിന്ന് മുങ്ങാനുള്ള എല്ലാ അവസരവും ഉണ്ട്, ഇപ്പോൾ തന്നെ കാണുന്നില്ല. അപ്പം ആ ഒരവസ്ഥയിലാണ് അവിടെ ഒരു നാഥനില്ലാ കളരി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ ഇതിനകത്ത് വരാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഓൾറെഡി PPPയും PMLും കൂടെ അലയൻസ് ആണെങ്കിൽ പോലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമാണ്. അവിടെ വസീർ ആസം എന്ന് പറയുന്ന ആൾ, പ്രൈം മിനിസ്റ്റർ, പല ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് ഡിസിഷൻസാണ് എടുക്കുന്നത്. ഒപ്പീനിയൻ, നോട്ട് ഡിസിഷൻ എടുക്കുന്നത് അവിടുത്തെ ആർമിയും ISIയുമാണ്. അതിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കാര്യം അവരുടെ എല്ലാവിധ പ്രതീക്ഷകളും അസ്ഥാനത്തായി. അവർ പറയുന്നത് ഒരു ഏറ്റവും ഫണ്ണി വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മിസൈലുകൾ ഞങ്ങൾ പറയുന്നിടത്ത് വന്നിരുന്നേ ഞങ്ങൾ അടിച്ചിട്ടേനെമെന്ന്. എന്തൊരു വിരോധാഭാസമാണ് അവർ പറയുന്നത്. അതായത് ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടെററിസ്ഥാൻ പറയുന്ന ലൊക്കേഷനിൽ അവരുടെ റേഞ്ചിൽ ചെന്നിട്ട് ഇന്നാ ഞങ്ങളെ അടിച്ചോ എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ അടിച്ചിട്ടേനെ എന്ന് വീരവാദം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം ബ്രിഗേഡ് മോഹൻപിള്ള അത് പറയുന്ന ആരാണ്? ഏതെങ്കിലും സാധാരണ രാഷ്ട്രീയക്കാരനോ ബിലാവൽ ഭൂട്ടോ അല്ല. ആണെങ്കിൽ പൊട്ടെന്ന് നോക്കാം. ഇത് അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ്. ഈ പറയുന്ന എന്താണ് ലൊക്കേഷൻ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാത്തതിന് കാരണം ഞങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലാവാതിരിക്കാനാണ് എന്ന് ഖ്വാജ ആസിഫൊക്കെ പറയുന്നത് തമാശയാണ്.